ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ചോക്ലേറ്റ് പുൾമിയപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ വീഡിയോയിൽ ഞാൻ ഈ കേക്കിൻ്റെ പ്രൈസും അതുപോലെ വെയ്റ്റും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാൻ 3 മുട്ടയും പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും കുറച്ച് വാനില എസൻസും കൂടെ കൂട്ടി ബീറ്റ് ചെയ്ത് വെച്ചതാണ്. നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അത് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ ബാക്കി ഭാഗം കംപ്ലീറ്റ് മൈദപ്പൊടി വെച്ചിട്ട് കവർ ചെയ്തെടുത്തതാണ്. 1/4 കപ്പോളം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്തിനു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കേക്കിന് നല്ലൊരു കോഫീൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. കേക്കിൻ്റെ മെഷർമെൻറ്റൊക്കെ ഇതിന് മുന്നുള്ള പുൾമിയപ്പ് കേക്കിൻ്റെ വീഡിയോസിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇനി നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണിലും കുറവ് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബാറ്റർ ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ ആദ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് കേക്ക് ടിൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കുക. ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു 25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. പിന്നെ ഓരോരുത്തരുടെ സ്റ്റവിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും, അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസമാണ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കി വെച്ചത്. അത് ബേക്കായി പിന്നെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഉണ്ടായത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കഴിയുന്നതും സ്പോഞ്ച് കേക്ക് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കുക. അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഞാൻ ഓൾറെഡി ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റിറ്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 1/4 കപ്പോളം ക്രീം എടുത്ത് അതിൽക്കൊരു 3-4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഈ ക്രീമിൽക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് ഒരു 30 ഗ്രാം ചോക്ലേറ്റും അതിൻ്റെ പകുതി ക്രീമും എടുത്ത് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഗനാഷ് ആക്കി എടുത്തതാണ്. അത് തണുത്തതിന് ശേഷം നമുക്ക് ഈ ക്രീമിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ക്രീമിനും ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് അത് ബീറ്റ് ചെയ്ത് ആ ക്രീം വെച്ചിട്ട് നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേൺ ടേബിൾ എടുത്ത് അതുപോലെ ഒരു കുഞ്ഞ് കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ക്രീം ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു നോസിലും ഇട്ട് കൊടുത്തേണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബോർഡിൽ നിന്ന് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കേക്ക് ബോർഡിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് കേക്ക് വെച്ചതിന് ശേഷം OHP ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ കേക്കിന് ചുറ്റിലും ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം ഷീറ്റ് ഒട്ടിക്കുക. ആദ്യം ഞാൻ ചെയ്തിട്ടുള്ള പുൾമിയപ്പ് കേക്കിൻ്റെ റെസിപ്പിയിൽ ഷീറ്റ് ഒട്ടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ലെയർ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റാക്കാം. അതിനുശേഷം ഒരു തിക്ക് ലെയറായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കുക. അതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് ആ ലെയറും ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ലെയറിൻ്റെ മേലെയും ക്രീം സ്പ്രെഡ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയിലാക്കി കൊടുക്കണം. അങ്ങനെ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരത്തെ ബാക്കി വന്നിട്ടുള്ള ഫുൾ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റും നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ OHP ഷീറ്റെല്ലാം വെച്ച് നല്ലോണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക.
അപ്പോൾ കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഈ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആക്കിയതിൽ ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീമാണിത്. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി മധുരം നോക്കുക. എന്നിട്ട് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുകയാണ്. ഇനി ഈ സോസും നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ കേക്കും സോസും ഒക്കെ തണുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് സോസ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് സോസ് ഇതിലേക്ക് മാറ്റാം. ഇങ്ങനത്തെ 2 പ്ലാസ്റ്റിക് കണ്ടെയ്നർ കൊടുക്കലുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജാർ ഉണ്ടാവുമല്ലോ, നമ്മൾ ജാർ കേക്കിന് എടുക്കുന്ന ജാറിൽ സോസ് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാനിത് പാക്ക് ചെയ്യുന്നത് പറഞ്ഞു തരാം. മേൽഭാഗം ഈ OHP ഷീറ്റിൻ്റെ മേൽഭാഗത്ത് നമ്മുടെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് നല്ല സെക്യൂർ ആക്കുക. ഉള്ളിലേക്കൊന്നും വികൂലാന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിൻ്റെ ചുറ്റിലും റിബൺ കെട്ടി കൊടുക്കുന്നുണ്ട്. റെഡ് കളർ റിബണാണ് കെട്ടുന്നത്. പിന്നെ നമുക്ക് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ ഈ ഒരു ആനിമേറ്റഡ് ലോഗോ ചെയ്ത് തന്നിട്ടുള്ളത് AB ആർട്ട് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി കേക്കും സോസും പിന്നെ കൂടെ സ്പൂണാണ് വെക്കലുള്ളത്. അതെല്ലാം കൂടെ ഞാനൊരു പേപ്പർ കവറിലിട്ടിട്ടാണ് കൊടുത്തയക്കാറ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് 1 കിലോയിലും കുറവാണ്. ഏതാണ്ട് ഒരു 700-800 ഗ്രാമിൻ്റെ അടുത്തൊക്കെയാണ് ഉണ്ടാവൽ ഞാൻ തൂക്കി നോക്കുമ്പം. അപ്പോൾ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 450 രൂപ മുതൽ ഈ കേക്കിന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് പ്രൈസിൽ വ്യത്യാസം വരും. അപ്പം നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ ആകെ മൊത്തം എത്ര ചിലവായോ അതെടുക്കുക. എന്നിട്ട് ഒരു മാന്യമായ പ്രോഫിറ്റ് ഇട്ടിട്ട് അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കേക്കിൻ്റെ പ്രൈസ് ഇടേണ്ടത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്